ദൈവത്തിൻ്റെ കരം എന്നതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും നമ്മുടെ കരങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു, നമ്മുടെ ഭാവി എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മുടെ കരം നോക്കിയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ കൊച്ചുനാളിൽ എനിക്കറിയാം, ഒരു 55 വർഷത്തിന് മുമ്പ് ഞാൻ മാരാമൺ കൺവെൻഷനിൽ പോയപ്പോൾ അവിടെ ദൈവവചനം കേൾക്കുവാനായിട്ടാണ് വിശ്വാസികളായിട്ടുള്ള ഒരാളുടെ എല്ലാവരും കടന്നു വരുന്നത്. എന്നാൽ റോഡ് സൈഡിൽ കുറേ പേര് കൈനോട്ടക്കാരിരിക്കുന്നത് കാണും. കാരണം അവരുടെ കൈകാര്യം അനേകർ ദൈവവചനം കേൾക്കാൻ വരുന്നവരാണെങ്കിൽ തന്നെയും അവർക്കൊരാകാംക്ഷ, എൻ്റെ ഭാവി എന്താകും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും. അപ്പം ആ ഒരു ഭാവി അറിയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അനേക കൈനോട്ടക്കാരുടെ അടുത്ത് പോയി നിൽക്കുന്നത് കാണുവാൻ തൊക്കെ റെഡിയായി തീർന്നു. എന്നാൽ പിന്നീട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കരത്തിൽ നമ്മുടെ ഭാവിയില്ല. എന്നാൽ നമ്മുടെ ഭാവി വരച്ചു കിട്ടിയിരിക്കുന്ന ഒരു കരമേ ഉള്ളൂ, ഒറ്റ കരമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരമാണ്, വേറൊരു കരവുമില്ല. ഒരിക്കൽ സംഭവകഥയായിരിക്കാം, ഒരു സായിപ്പിൻ്റെ അടുത്ത് കൈനോട്ടക്കാരൻ ഒരുവൻ കടന്നു ചെന്നു. സായിപ്പിനോട് പറഞ്ഞു, സായിപ്പിൻ്റെ ഭാവി ഞാൻ പറയാം, സായിപ്പിൻ്റെ കൈ നോക്കിക്കൊണ്ട്. നീ എൻ്റെ കൈ നോക്കിക്കൊണ്ട് നീ എൻ്റെ ഭാവി പറയാൻ പറ്റുമോ? അതെ സായിപ്പേ, നിങ്ങളുടെ കരം നോക്കിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാവി പറയും. അപ്പോൾ ആ സായിപ്പ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഈ 10 മണിയാകുമ്പോൾ നീ എൻ്റെ വീട്ടിൽ വരണം, വന്നിട്ട് എൻ്റെ കൈ ഒന്ന് നോക്കണം. വളരെ സന്തോഷമായി കൈനോട്ടക്കാരന്. ഒരു സായിപ്പല്ലേ, കാരണം നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യയും പറഞ്ഞു, അയ്യോ എൻ്റെ വലത്ത് കൈ ചൊറിഞ്ഞായിരുന്നല്ലോ, ഒരു പക്ഷെങ്കിൽ വല്ലതും കിട്ടും, നാളെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുക്കത്തോടു കൂടി തീർച്ചയായിട്ടും സായിപ്പിൻ്റെ അടുത്ത് നിന്ന് സായിപ്പിൻ്റെ കൈ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഈ സായിപ്പ് എന്ത് ചെയ്തു, നല്ലൊരു വടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൈനോട്ടക്കാരൻ വന്നു അവൻ്റെ പുറത്ത് 2 അടി കൊടുത്തു. 2 അടി കൊടുത്തപ്പോൾ ആ കൈനോട്ടക്കാരൻ പറയാണ്, അയ്യോ സായിപ്പേ, ഞാനിത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, ഇത് എനിക്ക് സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നല്ലോ. സായിപ്പ് ചോദിച്ചു, മോനെ, നിന്റെ ഭാവി നിന്റെ കരം നോക്കിക്കൊണ്ട് നിനക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിനക്കറിയാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ഭാവി നിനക്കെങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ കരത്തിലൊന്നുമില്ല. ചിലർ പറയാറുണ്ട്, ഈ വര ഒരു നെല്ലിൻ്റെ ഒരു നിസാരം കണ്ടു കഴിഞ്ഞാൽ ധനം ലഭിക്കും, ഒരു വേറെ വഴി ഇതിൻ്റെ മധ്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ചിലർ പറയാറുണ്ട്, കഴുകരുത് കേട്ടോ, കൂടുതൽ കൈ കുറച്ച് കഴുകരുത് കേട്ടോ, പാട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യം പോയി. ചിലരുണ്ട് പണ്ട് സമയത്ത്, ഇപ്പോഴില്ല, കണിയമ്മ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. കൈനോട്ട് മോളെ നിന്റെ മുഖം നോക്ക്, ഈ എന്തോ ഐശ്വര്യം വരാറുണ്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, മോളെ വിളിക്കും, മോളെ വാടി നിന്റെ കൈ നോക്ക്, നിന്റെ കൈ നോക്കി എന്തു പറയും എന്ന്. അങ്ങനെ നമ്മുടെ കൈ നോക്കിക്കൊണ്ട് നമ്മുടെ ഭാവിയെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഭൂരിഭാഗവും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ ഭാവി നമ്മുടെ കരത്തിലല്ല. എന്നാൽ നമ്മുടെ ഭാവിയെ വരച്ചു കിട്ടിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന്റെ കരത്തിൽ വളരെ സ്പഷ്ടമായി, വളരെ സ്ഫുടമായിട്ട് നമ്മുടെ ഭാവിയെ വലിയനായിരിക്കുന്ന കർത്താവ് വരച്ചിട്ടുണ്ട്. ആ കരത്തിലേക്ക് നമുക്ക് ഇന്ന് പകൽ സമയത്ത് നമുക്ക് കടന്നു പോകാം. ഒന്നാമതായിട്ട് നമുക്ക് യെശയ്യാ പ്രവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 48 അതിന്റെ 13-ാം വാക്യം. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടു, എന്റെ വലങ്കൈ ആകാശത്ത് വിരിച്ചു, ഞാൻ വിളിക്കുമ്പോൾ അതൊക്കെയും ഉളവായി വരുന്നു. വലിയവനായിരിക്കും ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്, എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. പ്രിയരെ, നാം ഇന്ന് പാർക്കുന്നതായിരിക്കുന്ന ഈ ഭൂതലമുണ്ടല്ലോ, ഈ ഭൂതലത്തിന് അടിസ്ഥാനമിട്ട ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ ഒരു കരമാണ് നമുക്കിത് ചിന്തിക്കുവാൻ കൊള്ളുന്നത്. വലിയവനായിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, എന്തെല്ലാം ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, മേലാൽ ഇനി എന്ത് തരുവാൻ പോകുന്നു. ഈ വലിയവനായിരിക്കും ദൈവത്തിൻ്റെ കരം. ആ കരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന കരമല്ല, താഴ്ചയായി പോകുന്ന കരമല്ല, നശിച്ചു പോകുന്ന കരമല്ല. മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് ഈ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തത്, നശിച്ചു പോകാത്തതായിരിക്കുന്ന ഈ കരങ്ങളിൽ നാം ആശ്രയിച്ചുകൊണ്ട് ഈ വചനത്തിന് മുൻപാകെ നമുക്ക് അല്പസമയം ഇരിക്കാം. എന്നാണ് പറയുന്നത്, എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. പ്രിയരെ, വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ കരമാണ് ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. ഈ ദൈവം ആരാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുമ്പോൾ, ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
അതിനുശേഷം തുടർന്ന് നാം കാണുന്നത് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദൈവം ഈ നാം പാർക്കുന്നതായിരിക്കുന്ന മതഭേദമന്യേ ഒരു പണ്ഡിതനെന്നോ പാമരനോ കുചേരനോ കുചലനോ ഇല്ലാതെ കണ്ട് ഏതൊരു മാനവജാതിയുടെയും പാർക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയെ വിരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിന്റെ കരമാണ്. മാത്രമല്ല ഈ ദൈവം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പദഗ്രന്ഥങ്ങളിലും കാണുവാൻ കഴിയാത്തതായിരിക്കുന്ന വലിയൊരു വിശേഷത ഈ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ബൈബിളിൽ. അതായത് ഈ ദൈവം ഏതൊരു ഭൂമിക്ക് ആകാശത്തിനും അടിസ്ഥാനമിട്ടു. ഈ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ആ ദൈവമാണ്. വേറൊരു മതഗ്രന്ഥത്തിലും ഈ ദൈവത്തിന്റെ ശ്രേഷ്ഠത, ഈ ദൈവത്തിന്റെ കരമാണ് ഇപ്രകാരം പ്രവർത്തിച്ചതെന്നുള്ളത് ഒരിക്കലും നാം കാണുവാൻ കഴിയില്ല. നമുക്ക് അഹങ്കരിക്കുവാൻ അല്പം വകയുണ്ട് പ്രിയരെ. കാരണം എന്റെ ദൈവമാണ് ഞാൻ പാർക്കുന്ന ഭൂമിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. എന്റെ പിതാവ് ദൈവം എന്ന് മാത്രം പോരാ, എന്റെ പിതാവാണ് ഞാൻ പാർക്കുന്ന ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന കരത്തിന്റെ ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടുള്ള ബന്ധത്തില് ഒരു വേദഭാഗം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 45 യെശയ്യാവ് 45-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്ത് വെച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരുന്നു. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും ഞാൻ നിർമ്മിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെയും വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഏതൊരു ദൈവത്തിൽ നാം ഇന്ന് വിശ്വസിച്ച് ഈ സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നു, ഏത് ദൈവത്തെ രാവിലെ മുതൽ ഇതുവരെ നാം ആരാധിച്ചോ ആ ദൈവമാണ് നാം പാർക്കുന്നതായിരിക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ചത്. അത് മാത്രമല്ല അവൻ നമ്മെ സൃഷ്ടിച്ചത് ആ വലുവനായിരിക്കും ദൈവത്തിന്റെ കരമാണ്. മാത്രമല്ല അവൻ ആകാശത്തെ വിരിച്ചത് നമ്മുടെ ദൈവമാണ്. ഏത് ദൈവത്തെ നാം ആരാധിക്കുവാനായിട്ട് നാം കടന്നു വന്നുവോ ആ ദൈവം ഈ ഭൂമിയെയും ആകാശത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമത് നമുക്ക് കടന്നു വരാം. യെശയ്യാ പുസ്തകം 64-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യെശയ്യാവ് 64-ന്റെ 8-ാം വാക്യം. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണി അത്രേ. നാം ആരുടെ കൈപ്പണിയാണ് പ്രിയരെ? നാം ആരുടെ കൈപ്പണിയാണ്? വലുവനായിരിക്കും ദൈവത്തിന്റെ കൈപ്പണിയാണ്. നമ്മെ സൃഷ്ടിച്ചത് വലുവനായ ദൈവത്തിന്റെ കരം കൊണ്ടാണ്. ആരെയാണ് സൃഷ്ടിച്ചത്? ആദ്യം ആദാമിനെ സൃഷ്ടിച്ചു, ഇല്ലേ? ഇവിടെ പറയുന്നത് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ആര് സൃഷ്ടിച്ചതാണ്? ദൈവം സൃഷ്ടിച്ചതാണ്. എങ്ങനെ സൃഷ്ടിച്ചതാണ്? മണ്ണിൽ നിന്നും മണ്ണെടുത്ത് കുഴച്ച് ദൈവ സ്വരൂപത്തിലാക്കിക്കൊണ്ട് വിശ്വാസമൂതി നമ്മെ മനുഷ്യരാക്കി തീർത്തു. ഈ വസ്തുത നാം ഒരിക്കലും മറന്നു പോകരുത്. ഒരിക്കല് ഒരു സ്കൂളിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ, ഒരു ചെറുക്കനും ഒരു പെണ്ണും. ചെറുക്കൻ ആ പെണ്ണിനെ ഒന്ന് നോക്കി പോലും. അപ്പൊ പെണ്ണ് പറഞ്ഞു, നീ എന്നെ നോക്കാൻ പാടില്ല. അതെന്താ? നിന്നെ എനിക്ക് നോക്കാൻ കുഴപ്പമെന്തുവാ? അല്ല, നീ എന്നെ നോക്കിയതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ കാണാൻ പറ്റിയത്? പെണ്ണ് ചോദിച്ചു, ചെറുക്കൻ ചോദിച്ചു. അപ്പം ചെറുക്കൻ പറഞ്ഞു, നീ എന്നെ എന്തിനാ നോക്കിയേ? നിന്നെ നോക്കാൻ എനിക്ക് അധികാരമുണ്ട്. ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? പെണ്ണ്. നിനക്ക് എന്നെ നോക്കാൻ അധികാരമുണ്ട്, എനിക്ക് നിന്നെ നോക്കാൻ അധികാരമില്ലേ? ഇല്ല. നിനക്ക് എന്നെ നോക്കാൻ അധികാരമില്ല, പക്ഷെങ്കിൽ എനിക്ക് നിന്നെ നോക്കാം. അതിന്റെ കാരണം എന്തുവാ? ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ എവിടുന്നുണ്ടാക്കി? മണ്ണിൽ നിന്നുണ്ടാക്കിയതുകൊണ്ട് നീ നിലത്ത് നോക്കി നടക്കണം. ഞാനോ എന്നെ ഉണ്ടാക്കിയത് എവിടുന്നാ? നിന്റെ വാരിയിൽ നിന്ന് ഞാൻ എടുത്തിട്ട് നിന്നെ നോക്കാൻ എനിക്ക് അവകാശമുണ്ട്. നിന്നെ ഉണ്ടാക്കിയത് എവിടുന്നാ? നിന്റെ വാരിയിലെടുത്താണ് എന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് നിന്നെ നോക്കാം. പക്ഷെ നിന്നെ ഉണ്ടാക്കിയത് മണ്ണിൽ നിന്നായതുകൊണ്ട് നീ അവിടെ നോക്കി നടക്കാവൂ. മണ്ണെ നോക്കി നടക്കാവൂ. അത് ഒരു വസ്തുത, നടന്ന ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം വലുവനായിരിക്കും. ദൈവം തന്റെ കൈപ്പണിയാൽ, തന്റെ കരത്താൽ ദൈവം ആദ്യ മനുഷ്യനെയും ആദ്യ സ്ത്രീയെയും ഉണ്ടാക്കി. 1-ാം അധ്യായത്തിൽ നാം പറയുന്നുണ്ട്, അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഹവ്വ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദാമിന്റെ ഉള്ളിൽ ഹവ്വ ഉണ്ടായിരുന്നു.
എന്നുള്ളത് നാം മറന്നു പോകരുത്. അതേ പ്രിയരെ, ദൈവത്തിൻ്റെ കരമാണ് നാം ഇവിടെ ആയിരിക്കുമ്പോൾ, നാം ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ, നാം നടക്കുമ്പോൾ, നാം എല്ലാ കാര്യങ്ങളിലും നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള കരം മറ്റാരുടെയും കരമല്ല, വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ ഈ ഭൂമി, നാം പാർക്കുന്ന ഭൂമി അവൻ സൃഷ്ടിച്ച് നമുക്ക് തന്നു. മാത്രമല്ല, അവൻ പാർക്കുവാൻ, സൂര്യവിഹാരം ചെയ്യുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം തന്ന് നമ്മെ നടത്തി, നമ്മെ തൻ്റെ കയ്യാൽ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇതുകൊണ്ടായില്ല പ്രിയരെ, അതിനുശേഷം യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. 59-ന്റെ 1-ാം വാക്യം. രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുക്കിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. അപ്പോൾ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു കരമാണ്. എന്താണ് അവിടെ പറയുന്നത്? രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയവനായിരിക്കും ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. മാത്രമല്ല, തന്റെ കൈപ്പണിയാൽ മാനവജാതി ഉണ്ടാക്കി ഈ ഭൂമിയിലാക്കി വെച്ചു. മാത്രമല്ല, അവനെ രക്ഷിക്കുവാൻ ഗുണം തന്റെ കരത്തിന് ഒരു കുറവും വന്നിട്ടില്ല, കുറുകിപ്പോയിട്ടില്ല. ഇന്നും ശക്തിമാനായിരിക്കുന്ന കരമാണ്. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുവാൻ ഗുണം പ്രിയരെ, ഈ കരത്തിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ, അത് മാത്രമല്ല, അതേ നമ്മെ ഓരോരുത്തരെ സൃഷ്ടിക്കുവാൻ ഗുണം ഈ കരത്തിന് കരമുണ്ടെങ്കിൽ, വലിയവനായിരിക്കുന്ന ദൈവം ഇപ്രകാരം ഘോഷിക്കുകയാണ്: നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വഴി നടത്തുവാൻ, നിങ്ങൾക്ക് ആവശ്യമായി തരുവാൻ ഗുണം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ദൈവത്തിന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ദൈവത്തിന് അസാധ്യമായിട്ടാണ് ഇതൊക്കെ ഇത്രമാത്രമൊന്നും ദൈവം നമുക്ക് ചെയ്തു തരുന്നല്ലോ. ചില പിറുപിറുപ്പിന്റെ അനുഭവത്തിൽ കൂടി കടന്നു വരുന്നതുകൊണ്ട് ഭവിഷ്യത്ത് പറയുകയാണ്, ഇല്ല, നിങ്ങളെ രക്ഷിപ്പാൻ കൊള്ളും എനിക്കിത് കഴിവുണ്ട്. അതേ പ്രിയരെ, നമുക്ക് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് നമ്മെ പാർക്കുവാൻ ഒരു പാർപ്പിടം തന്ന്, നമ്മുടെ പേരിൽ ആധാരം ഉണ്ടാക്കി തന്ന്, വലിയവനായിരിക്കും ദൈവത്തിന്റെ പേരിലുണ്ടായിരിക്കുന്ന ആധാരം അത് നമ്മുടെ പേരിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ പാർക്കുവാൻ കൊള്ളും ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചുവെങ്കിൽ, മാത്രമല്ല നമ്മെ നിർമ്മിച്ച് ഈ വിധത്തിൽ നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ അവൻ നമ്മെ രക്ഷിപ്പാൻ കൊള്ളും കഴിവുള്ള ദൈവമാണ്. ഈ ദൈവത്തിന്റെ കരത്തെക്കുറിച്ച് എത്ര ശ്രേഷ്ഠമായിട്ട് നാം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഒരു കാര്യം, ഈ കരത്തിന്റെ വേറൊരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല. ആ വസ്തുതയാണ് നാം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സങ്കീർത്തനം 22-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിലെ 16-ാം വാക്യം. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. സങ്കീർത്തനം 22-16. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ദാവീദ് എഴുതിയിരിക്കുന്ന പാട്ടാണെങ്കിൽ തന്നെയും ഇത് വലിയവനായിരിക്കുന്ന കർത്താവ് അനുഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഭവിഷ്യ രൂപേണ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമാണല്ലോ ഈ സങ്കീർത്തനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 22-ാം സങ്കീർത്തനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ പറ്റിയാണല്ലോ ഇവിടെ ഈ 22-ാം സങ്കീർത്തനത്തിൽ കാണുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചൊരു കരമുണ്ട്, നിങ്ങളെ നിർമ്മിച്ച ഒരു കരമുണ്ട്, നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കരമുണ്ട്. എന്നാൽ ആ കരം എന്താണ് ഇവിടെ കാണുന്നത്? അവർ ആരാണ്? അവർ ആരെ പാർക്കുവാൻ കൊണ്ട് ഈ പാർപ്പിടത്തിൽ സ്ഥാനം കൊടുത്തുവോ? ആർക്ക് പാർക്കുവാൻ കൊണ്ട് ഈ ലോകത്തിൽ അനുമതി കൊടുത്തുവോ? ആർക്ക് പാർക്കുവാൻ വേണ്ടി ഈ പാരണ്യത്തിൽ ആധാരം എഴുതി കൊടുത്ത് തീരെഴുതി കൊടുത്ത് സ്ഥലം തന്നുവോ? അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. തുളയ്ക്കപ്പെട്ട ഒരു കരം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഒരു കരം, നമ്മെ ഓരോരുത്തരെയും നിർമ്മിച്ചതായിരിക്കുന്ന തന്റെ കൈപ്പണിയാൽ ഉണ്ടാക്കിയതായിരിക്കുന്ന കരം. ആ കരം ഇവിടെ കാണുവാൻ കഴിയുന്നത് രക്ഷിക്കുക മാത്രമല്ല, ആ കരം തുളയ്ക്കപ്പെട്ടു. താൻ പറയുകയാണ്, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നോക്കുക. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു, അവരെന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. പ്രിയരെ, ഈ വലിയവനായിരിക്കും ദൈവത്തിന്റെ കരം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ 2025 വർഷത്തിന് മുൻപ് ഈ താണലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നായ്ക്കളായിരിക്കുന്നവർ, ഈ ലോകത്തിലെ കുകർമ്മകളായിരിക്കുന്നവർ, ഈ ലോകത്തിലെ ദുഷ്ടന്മാരായിരിക്കുന്നവർ ആർക്ക് പാർക്കുവാൻ പാർപ്പിടം കൊടുത്തുവോ അവർ ഇവനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കൈകളിൽ ആണി തറച്ചു.
ഇപ്പോൾ അവൻ കർത്താവ് പറയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും ഏത് കാല് ഏത് കയ്യ് നമ്മെ ഇത്രത്തോളം രക്ഷിച്ചു വഴി നടത്തിയ കരം. പ്രിയരെ, എന്തിനാണ് ഈ കരത്തിന് ആണിപ്പാൽ ഉണ്ടായത്? എന്തിനാണ് അവർ ഈ കരത്തിൽ ആണി തറച്ചത്? എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, എന്നെ രക്ഷിപ്പാൻ, നമ്മെ ദൈവസന്നിധിയിലേക്ക് കടത്തിക്കൊണ്ടു വരുവാൻ, ആരാധനാലയത്തിലേക്ക് പരിശുദ്ധ ഹൃദയത്തോടു കൂടി കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തൊക്കെ യോഗ്യരാക്കി തീർക്കുവാൻ അവൻ അവിടെ സകലം സഹിക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, ലോകക്കാരനെ ത്യജിച്ചു. ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്നേഹിക്കുവാൻ കടന്നു വന്നു. എന്നെ ലോകക്കാരനെ നിന്ദിച്ചു, നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഒരു ലോകത്തിൽ പ്രിയരെ തുളയ്ക്കപ്പെട്ടതായിരിക്കുന്ന ഒരു കരം. ഇവിടെ നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ കൈ തുളയ്ക്കപ്പെടുവാൻ കാരണം നാം ഓരോരുത്തരും നമ്മുടെ പാപമായിരുന്നു. നമ്മുടെ പാപത്തിൽ നമ്മെ രക്ഷിക്കാനായിട്ട് ഈ കരം തുളയ്ക്കപ്പെട്ടു. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, വെളിപ്പാട് 3-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവരോട് അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഏത് കരമാ പ്രിയരെ? ഞാൻ പറഞ്ഞല്ലോ, ഈ കരം നമുക്ക് പാർക്കുവാൻ കൊണ്ട് പാർപ്പിടം ഉണ്ടാക്കി തന്ന കരമാണ്. നമ്മെ ദൈനംദിന ആവശ്യങ്ങൾ തന്ന ആഹാരം നമ്മെ പോറ്റി പുലർത്തിക്കൊണ്ടിരുന്ന ആ കരമാണ്. ആ തുളയ്ക്കപ്പെട്ട കരം, ആ കരം ഇന്ന് എന്താ ചെയ്യുന്നത്? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. തടുപ്പ് എത്ര ദിവസമായെന്നറിയാമോ? എത്ര ദിവസമായി എൻ്റെ ഹൃദയങ്ങളുടെ കവാടത്തിൽ നിന്നുകൊണ്ട് തട്ടിമുട്ടുവാൻ തുടങ്ങിയിട്ട്? അനേക നാളുകളായി. ഒരു പക്ഷെങ്കിൽ മഴക്കാലമായിക്കോട്ടെ, ഉഷ്ണകാലമായിക്കോട്ടെ, തണുപ്പ് കാലമായിക്കോട്ടെ, നമ്മുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അവൻ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ തുളയ്ക്കപ്പെട്ടു. അവൻ്റെ കരം തുളയ്ക്കപ്പെട്ടു, ആണികൾ അറിയിച്ചു. എന്നാൽ നാം ഇന്ന് അവന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതെ ഹൃദയത്തിന് വെളിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇത് സഭയോടുള്ള ദൂതാണെങ്കിൽ തന്നെയും സഭയിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന, വ്യക്തിപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. എൻ്റെ സ്ഥിതി ഇന്ന് എങ്ങനെയാണ്? എനിക്ക് വേണ്ടി മുട്ടുന്ന ഒരു കരമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. എന്നെ സൃഷ്ടിച്ചൊന്ന് മാത്രമല്ല, തൻ്റെ കൈപ്പണിയായിട്ട് എന്നെ ഉണ്ടാക്കിയത് മാത്രമല്ല, എന്നെ ദൈനംദിന ആവശ്യങ്ങൾ തന്നെ രക്ഷിക്കുന്ന കരമൊന്ന് മാത്രമല്ല, അത് മാത്രമല്ല എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടതായിരിക്കുന്ന കരം ഫുൾ സ്റ്റോപ്പ് അവിടെ ഇടുകയില്ല, ഒരു കോമായിട്ടുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വാതിൽ തുറന്നാൽ, എന്താണ് അവിടെ പറയുന്നത്? ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടെ അത്താഴം. എന്തെങ്കിലും സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വരുന്നുണ്ട്, ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കഴിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്? നിനക്കുള്ളത് ഞാൻ കഴിക്കും, ഞാൻ സന്തോഷമായിട്ട് ഞാൻ കഴിച്ചോളും, എനിക്ക് വേണ്ടി നിങ്ങളൊന്നും സെപ്പറേറ്റ് ഒരുക്കണ്ട, ഞാൻ നിന്നോടുകൂടി എന്ത് കഴിക്കുമെന്ന് പറഞ്ഞേ? ഞാൻ നിന്നോടുകൂടി അത്താഴം കഴിക്കും. പക്ഷെ ഒരു കാര്യം നാം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയവാതിലൊന്ന് തുറന്നിരുന്നുവെങ്കിൽ. അവൻ ആഗ്രഹിക്കുന്നു പ്രിയരെ, ഇത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ശേഷവും ഇന്ന് നമ്മൾ ആ കഠിന ഹൃദയത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ, ആ കഠിന ഹൃദയത്തിന് സരള ലളിതമാക്കിക്കൊണ്ട് ആ ഹൃദയത്തെ നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. കർത്താവേ വരൂ എൻ്റെ ഹൃദയത്തിൽ. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരുമോ? വരാതിരിക്കാൻ കാരണം എന്താണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വേറൊരാളുണ്ട്. അതാരാണ്? വേറൊരാൾക്ക് നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ വ്യക്തിയാണ് സാത്താൻ. ആ സാത്താൻ നമ്മുടെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം ഒരിക്കലും നമ്മുടെ കർത്താവിന് വെളിയിലല്ലാതെ അകത്ത് വരികയില്ല. നാം ആ ശത്രുവിനെ വെളിയിലാക്കിക്കൊണ്ട് നമ്മുടെ മിത്രമായിട്ട് നമ്മെ ഇത്രയും കരുതുകയും പരിപാലിക്കുകയും ചെയ്ത ആ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മന്നസരം ഇന്ന് ഈ സമയത്ത് നമുക്ക് കേട്ടുകൊണ്ട്, കർത്താവ് ഇതാ ഞാൻ എൻ്റെ ഹൃദയവാതികൾ തുറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹൃദയവാതികളെ തുറന്നു കൊടുക്കാം. നമ്മൾ വിശ്വാസികളാണ്, ദൈവമക്കളാണ്, എല്ലാം നല്ലത് തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതികൾ പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കാം. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ദൈവം ആഗ്രഹിക്കുന്നു എല്ലാ ഏരിയയിലും, എല്ലാ സ്ഥാനത്തും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വസ്തുത, എനിക്ക് നിന്റെ ഹൃദയത്തിൽ വസിക്കണം,
എനിക്ക് നിന്റെ ഹൃദയത്തിൽ ഞാനൊരു ഗസ്റ്റായിട്ടല്ല, ഞാൻ എൻ്റെ വീടാണിത്, ഞാൻ തന്ന വീടാണ്. ഈ ഹൃദയമാകുന്ന വീട്ടിൽ എനിക്ക് സൗര്യവിഹാരം ചെയ്യത്തക്ക രീതിയിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണമെന്ന് കർത്താവായ യേശു ക്രിസ്തു മുട്ടിക്കൊണ്ട് പറയുകയാണ്. അത് മഴക്കാലത്തും വെയിൽ കാലത്തും തണുപ്പ് കാലത്തും ആ ഹൃദയവാതിൽക്കൽ നിന്നുകൊണ്ട് മുട്ടുകയാണ്. നോക്കുക പ്രിയരെ, ആ കർത്താവിൻ്റെ ആഗ്രഹം എത്രമാത്രമാണെന്ന്. അവൻ നമ്മെ സൃഷ്ടിച്ചു, ഭൂമി ഉണ്ടാക്കി തന്നു, അവൻ നമ്മെ രക്ഷിച്ചു, ആ കരം തുളയ്ക്കപ്പെട്ടു. എന്നാൽ അത് മാത്രമല്ല, അവൻ നമ്മെ ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഹ്വാനത്തിന് മുൻപാകെ. പ്രിയരെ, നാം വിശ്വാസികളാണെങ്കിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് പാപികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് സഭകൾക്കുള്ള ദൂതാണ്. സഭകൾക്കുള്ള ദൂതെന്ന് പറയുമ്പോൾ നാം അനേക കാര്യങ്ങളിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നാം കൊടുത്തിട്ടില്ല. ദൈവത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കാത്തതുകൊണ്ട് ഇന്നും ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സഹോദര സഹോദരി, മകനെ മകളെ, നിന്റെ ഹൃദയം ഒന്ന് തുറന്നു തരുന്നെങ്കിൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുവാൻ തയ്യാറാണ്. ആഗ്രഹമുള്ള ഒരു കർത്താവ്. പ്രിയരെ, ഭൂമി നമ്മുടെ ദൈവത്തിൻ്റെയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ ദൈവം, നമ്മുടെ സൃഷ്ടാവ് ഇപ്പോൾ എവിടെയാണ്? സൃഷ്ടിയായിരിക്കുന്ന നമുക്ക് വെളിയിലായിരിക്കുകയാണ്. ഗതികേട് നോക്കി, എന്തൊരു ഗതികേടാണെന്ന്. വീട്ടുകാരൻ വെളിയിലായി, പിന്നെ മറ്റുള്ളവർ വീടിനകത്ത് കയറുന്ന സ്ഥിതിയായിപ്പോയി. നാം ഇന്ന് ആ സ്ഥിതിയല്ലേ നാം ആയിരിക്കുന്നത്? നാം വളരെ ഗൗരവമായിട്ട് ഈ വസ്തുതയെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് മാത്രമല്ല, മത്തായി സുവിശേഷത്തിലേക്ക് നാം കടന്നു വരാം. 11-ാം അധ്യായം 28-ാം വാക്യം. ഇവിടെ കരത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കരം കാണാൻ കഴിയും. ആരുടെ കരം? നമ്മുടെ കർത്താവിന്റെ കരം. ഇവിടെ എന്താണ് പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വരുവീൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കരം, നമ്മുടെ കർത്താവിന്റെ കരം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ആരുണ്ട് നമ്മൾ ഈ വിധത്തിൽ ആശ്വസിപ്പിക്കുവാൻ തക്കോണം? ആരുണ്ട്? പണമുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് പ്രിയരെ. പണമില്ലാത്ത സമയത്ത് ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കാൻ കടന്നു വരുമോ? നമ്മുടെ ഭവനത്തിൽ വരുമോ? നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരോട് പറയുക അല്ലാതെ കണ്ട് നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ വേദനയുടെ സമയത്ത് നമ്മെ ആശ്വസിപ്പിക്കാൻ തക്കണം ഏതെങ്കിലും ആരെങ്കിലും കടന്നു വരുമോ? ഇല്ല. നാം അധികമായിട്ട് നാം അന്യോന്യ സ്നേഹത്തോടുകൂടി ഇരിക്കുമ്പോൾ എല്ലാവരും നല്ലതാണ്. ചെറിയൊരു നിസ്സാര കാര്യം, വലിയൊരു ബലൂണിന് ചെറുതായിട്ടൊന്ന് കുത്തിയാൽ മതി, എന്ത് പറ്റും? പോയി എന്ന് പറഞ്ഞ പോലെ ചെറിയ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് അനേക ദൈവമക്കൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഈ വേളയിൽ ഇതാ നമ്മുടെ കർത്താവ് പറയാണ്, ഞാനുണ്ട് നിന്നോട് കൂടെ. ആശ്വസിപ്പിക്കുന്നത് എന്തിനാണ് പ്രിയരെ? ആശ്വാസം ഇല്ലാത്തവർക്കല്ലേ ആശ്വാസം വേണ്ടത്? നമുക്ക് ആശ്വാസം ഇല്ലാത്തവരായിട്ട് ഇന്നിരിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ എന്തെങ്കിലും നാം ഇന്ന് അനുഭവിക്കുന്നുവെങ്കിൽ ഇതാ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഒരു കരമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ആരെല്ലാം നമ്മളെ വിട്ടുപോയാലും, ബന്ധുമിത്രാദികൾ വിട്ടുപോയാലും, സഭാവിശ്വാസികൾ നമ്മെ വിട്ടുപോയാലും, നമുക്കെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചാലും നമ്മെ കൈവിടാത്തൊരു കർത്താവ്, മാറ്റമില്ലാത്ത ഒരു കർത്താവ്, പെറ്റടല്ല തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കയില്ല എന്നളിച്ച നമ്മുടെ കർത്താവിന്റെ അമിതമായിരിക്കുന്ന സ്നേഹം, ആ കരവിൽ നിന്ന് നമ്മെ മാടി വിളിക്കുന്നു. വരുവിൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കാം. പ്രിയരെ, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ കൊള്ളും ആർക്ക് കഴിയും? നമ്മുടെ പോക്കറ്റിൽ നിന്നും തൂവാലെടുത്ത് വേണേൽ കുറച്ചു നേരം തൂക്കാം, കണ്ണുനീർ ഒപ്പാൻ പറ്റും. വീണ്ടും കണ്ണുനീർ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇതാ ഒരു വാക്ക് മതി, മറിയേ നീ കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ കരച്ചിൽ നിന്നു, അതേ കണ്ണുനീർ നിന്നു. ആ ദൈവനായിരിക്കുന്ന കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കൊണ്ട് കഴിവുള്ളവരാണ്. ആ കർത്താവ് ഇന്ന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ കൊണ്ട് കടന്നു വരുന്നു. പക്ഷെ നാമോ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ലോകം നമ്മളെ പിടിച്ചു വെച്ചിരിക്കുക. ഈ ലോകം നമുക്കൊരു മാഗ്നറ്റാണ്, കാന്തമാണ്. ലോകം നമ്മെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ആഹ്വാനത്തിന് അധീനപ്പെട്ട് കർത്താവിലേക്ക് പോകുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഇവിടെ ഒരു കരമുണ്ട്, ആശ്വസിപ്പിക്കുന്ന കരം. ഈ കരത്തിന് നാം മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഇനി ഒരു യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്ന അവർ ഒരു നാൾ നശിച്ചു പോകില്ല,
ആരും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ആരുടെ കയ്യിൽ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി. നാം കർത്താവിനെ പിടിച്ചിരിക്കുകയല്ല പ്രിയരെ. നാം കർത്താവിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരത്തിൽ കുറേ കഴിയുമ്പോൾ പിടിച്ച് ഈ കൈക്ക് വേദന വരുമ്പോൾ നമ്മളങ്ങ് വിട്ടുപോകും. എന്നാൽ കർത്താവ് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ, കുരങ്ങെങ്ങനെ കുഞ്ഞുങ്ങളെ പിടിക്കുന്നത്? കുഞ്ഞുങ്ങളെ കുരങ്ങിനെ പിടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. എന്നാൽ അങ്ങനല്ല ദൈവം നമ്മെ പിടിച്ചിരിക്കുന്നത്. ദൈവം നമ്മൾ കർത്താവിനെ പിടിച്ചിരിക്കുകയല്ല, പിന്നെയോ കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അവിടെ പ്രത്യേകമായിരിക്കും ഒരു പദം പറയുന്നുണ്ട്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഇനിയും ബൈഫോഴ്സായിട്ട് ബലാത്കാരണ ആരെങ്കിലും എന്നെ ഒന്ന് മാറ്റാൻ വെച്ച് കഴിഞ്ഞാൽ മാറ്റാൻ അസാധ്യമാണ്, മാറ്റാൻ സാധ്യമല്ല. അത്രമാത്രം അഭേദ്യമായിരിക്കുന്ന ഒരു ബന്ധമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, ഫെവിക്കോളിലൊക്കെ ഈ അഡ്വർടൈസ്മെന്റിൽ ഒരു ആന ഒന്നിങ്ങനെ പിടിച്ചു വലിക്കാൻ പറ്റുന്ന കാരണം ഫെവിക്കോളിന് അത്രമാത്രം ശക്തി ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. പ്രിയരെ, അതിലും വലിയ ശക്തിയാണ്, അതിലും നമ്മെ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു അമ്മച്ചോട് ചോദിച്ചു, ഈ നിങ്ങൾ രക്ഷ നിസാര കാര്യങ്ങൾക്ക് നിന്നെ നഷ്ടപ്പെട്ടു പോവുകയല്ലേ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിന്റെ ശരീരത്തിന് അംഗമായി കഴിഞ്ഞു, ഇനി എങ്ങനെ പിടിച്ചു വലിക്കുന്നത്? ആര് പിടിച്ചു പറ്റാനാ? ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിന്റെ അംഗമായി മാറി, ആ ശരീരത്തോട് ഞാൻ യോജിച്ചു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്കും എന്നെ ഈ കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയയില്ല. അതേ പ്രിയരോട് പറയുന്നത്, സുരക്ഷിതത്തിന്റെ കരം, സേഫ്റ്റി, സുരക്ഷിതത്തിന്റെ ഒരു കരമാണ് നമ്മുടെ കർത്താവിന്റെ കരം. ആ കരത്തിന് വലിയ ശക്തിയുണ്ട് കേട്ടോ. നമ്മളെ പിടിച്ചിരിക്കുന്നവർ, നമ്മൾക്ക് വലിയ വാഗ്ദാനമൊക്കെ തന്നിട്ടുള്ളവരുണ്ടല്ലോ, അവരൊക്കെ ഇന്ന് പറയും, നാളെ പറയും, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയും. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് നിന്നെ അറിയത്തില്ലല്ലോ, നീ ആരാന്ന് ചോദിക്കും നമ്മളോട് ചിലപ്പോൾ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സുരക്ഷിതത്വം ഞാൻ തരികയാണ്. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ആർക്കും പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിലാണോ, ഒരിക്കലും നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. സുരക്ഷിതത്തിന്റെ ഒരു കരമാണ് പ്രിയരെ നമ്മുടെ കരം. ഒരു ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം, അതിന്റെ 50-ാം ഭാഗം. അനന്തരം അവൻ അവരെ പ്രധാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന പലപ്പോഴും കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട്. നാം ഏതെല്ലാം രീതിയിൽ കൂടി നമ്മൾ പോയാലും കർത്താവെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവെ നിന്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. ഞാൻ എത്ര വീണു പോയാലും, കർത്താവെ എനിക്ക് ഒത്തിരി തെറ്റുണ്ട് കർത്താവെ, എങ്കിലും നീ എന്നെ നീ എന്നെ അനുഗ്രഹിക്കണം കർത്താവ് എന്ന് പറയാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കർത്താവ് പറയാണ്, കർത്താവ് കൈ ഉയർത്തി എന്ത് ചെയ്തു? അവരെ അനുഗ്രഹിച്ചു. വേറെ ഈ കർത്താവിന്റെ കരം നമ്മളോട് പല കാര്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നാം ഇന്ന് ചിന്തിക്കുകയുണ്ടായി. ഇനി അനേക കാര്യങ്ങൾ കർത്താവിന്റെ കരങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഈ കരത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ കരമാണ് നമ്മെ സൃഷ്ടിച്ചത്. ഈ കൈ കർത്താവിന്റെ കരങ്ങൾ കൊണ്ടാണ് നമ്മെ നിർമ്മിച്ചത്. ഒരു കുശവന് കളിമണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ തന്നെ വലിയവനായിരിക്കുന്ന ദൈവം കളിമണ്ണായിരിക്കുന്ന നമ്മുടെ മേൽ ഏതെല്ലാം ഭാഗത്ത് കുറവുകളുണ്ടോ ആ ഭാഗത്ത് ചക്കിലിട്ടിട്ട് അതിനെ തേയ്മാനം ചെയ്തിട്ട് ശരിയാക്കി റിപ്പയർ ചെയ്ത് നല്ല മിനുസമാക്കി ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. ഏത് കരം കൊണ്ടാ? നമ്മുടെ കർത്താവിന്റെ കരം കൊണ്ടാണ്. എന്നാൽ ആ കരം ഒരിക്കൽ തുളയ്ക്കപ്പെട്ടു. മറ്റൊന്നും കാരണമല്ല, നമ്മുടെ ഓരോരുത്തരെയും വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. നമ്മെ വീണ്ടെടുക്കുവാൻ, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ, ദൈവമകൻ മകളാക്കി തീർക്കുവാനായിട്ട് ഒരിക്കൽ ആ കരം തുളയ്ക്കപ്പെട്ടു. എങ്കിലും കർത്താവ് ആ കരം ഇന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനത്ത് ഈ സമയത്ത് എനിക്ക് പറയുവാൻ തക്കുള്ളത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മുടെ കർത്താവിനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു സൂര്യവിഹാരം ചെയ്യത്തക്ക രീതിയിൽ പരിപൂർണ സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിന്റെ കർത്തൃത്വത്തിൽ, കർത്താവ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യേശുവിനെ കർത്താവ് എന്ന് പറയുന്നത്
യേശു ക്രിസ്തു പാപികളെ രക്ഷിച്ചു, യേശു ക്രിസ്തു ഞാൻ പാപിയാണ്, പാപിക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചതെന്നൊക്കെ പറഞ്ഞാൽ പോരാ. യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ നാം ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ആ കർത്താവിന്റെ കർത്തൃത്വത്തിൽ നാം ആയിരിക്കണം. അതാണ് ഭർത്താവ് എന്ന് പറയുന്ന പേരും വന്നിരിക്കുക. അങ്ങനെ ഭർത്താവിന്റെ ആ കർത്തൃത്വത്തിലായിരിക്കണം ആര്? നമുക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലായിട്ട് പറയുന്നില്ല. എന്നാൽ പ്രിയരെ, ഇവിടെ ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കർത്താവ് സകലതും അറിയുന്നുണ്ട്. ഈ കർത്താവ് നമുക്ക് സുരക്ഷിതം തരുന്നുണ്ട്. ഈ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ വായിക്കേണ്ട. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന് 21-ാം വാക്യത്തില് ഈ കരം ശിക്ഷിക്കുന്ന കരമാണ്. ഈ കരം നീട്ടുവാൻ പോവുകയാണ്, ശിക്ഷിക്കുന്ന കരം. ആരെങ്കിലും ഈ കരത്തിന് ഈ ആഹ്വാനം കേട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ, ഈ കരത്തിന് വിധേയപ്പെടുന്നില്ല എങ്കിൽ ഈ കരം മാറുവാൻ പോവുകയാണ്. മാറും. ഇന്ന് കൃപായുഗമായതുകൊണ്ട്, ഇന്ന് സുപ്രസാദ കാലമായതുകൊണ്ട് ഇത് അനുഗ്രഹത്തിന്റെ കരമാണ്. ഈ കരം മാറിപ്പോകും. ഈ കരത്തിന്റെ കളർ ചേഞ്ച് ആകും. അത് സ്നേഹത്തിന്റെ കരം, അതെ, ശിക്ഷയുടെ കരമായി മാറുവാൻ പോവുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. പ്രിയരെ, ഈ കരത്തിന് മുൻപാകെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ശോധന ചെയ്തുകൊണ്ട് ഈ വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മോട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഏറ്റവും എല്ലാ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ ദൈവനാമം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.